ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം അങ്ങ് അടുപ്പത്തിട്ട് വെള്ളം തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ട് ക്യാരറ്റാണ് ഇന്ന് എടുക്കുന്നത്. പിന്നെ ബീൻസും അമരക്കായും ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് തിരിച്ച് വെച്ച്. ഇനി ഇതിലോട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് തോരനാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഇതാ വെള്ളം അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. അരി കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇതിൻ്റെ കൂടെ തീയലുണ്ടാക്കാമെന്ന് കരുതുന്നു. അപ്പം മീൻ വാങ്ങിക്കലൊന്നുമില്ല, കുറേ നാളുകൊണ്ടേ മീൻ വാങ്ങിക്കുന്നില്ല. അപ്പം ഇന്ന് തീയലിന് വേണ്ടിയിട്ട് കിഴങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തോരൻ അങ്ങ് അടുപ്പിലാക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറിൻ്റെ അരി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അതങ്ങ് കുക്കറിലോട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ തേങ്ങ വറുത്തത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ അരയ്ക്കാനായിട്ട് ജാറിലോട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തോരൻ റെഡിയായി. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഉലുവയും ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടരിഞ്ഞത് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അരപ്പ് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഇറക്കാൻ നേരം നമുക്കിതിലോട്ട് പെരിഞ്ചീരകവും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്താൽ നല്ല അടിപൊളി മണവും ടേസ്റ്റും ആയിരിക്കും ഇതിന്. അങ്ങനെ നമ്മുടെ ചോറും വെന്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് ചോറും അങ്ങ് ഊറ്റുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ഉരുളക്കിഴങ്ങ് തീയലും ക്യാരറ്റ് തോരനും റേഷൻ അരിയുടെ ചോറുമായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.